Hey guys, welcome back to our YouTube channel. നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് അധികം നാളുകളായി. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഓരോ ലോങ് വീഡിയോ ഇടുമ്പോൾ കുറച്ച് കാലമായി എന്നിട്ട് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇത് ജെനുവിൻ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സീരീസിന് അഡിക്റ്റഡ് ആയിപ്പോയി. ഓക്കെ, ദ ബോയ്സ് എന്ന് പറഞ്ഞ സീരീസിന് അഡിക്റ്റഡ് ആയിപ്പോയി. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് പരിപാടികൾ സെറ്റപ്പ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാഞ്ഞത്. ഐ എം റിയലി സോറി. ഓക്കെ, നമുക്ക് സ്ട്രെയിറ്റ് ടു ദ പോയിന്റിലേക്ക് കിടക്കാം. ഇത് എല്ലാ റിവ്യൂവിലും അല്ലെങ്കിൽ അഭിപ്രായത്തിലും ഡിസ്ക്ലെയിമർ തരുന്ന പോലെ ഇതൊരു പെർഫെക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ ഞാൻ റിവ്യൂവർ അല്ല, ഞാൻ അങ്ങനത്തെ സംഗതി ഒന്നുമല്ല. ഞാൻ പൈസ കൊടുത്ത് കണ്ട് എൻ്റെ അഭിപ്രായം നിങ്ങളെ അറിയിക്കുന്നു, അത്ര മാത്രമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, എനിക്കിതിൻ്റെ ടെക്നിക്കൽ സൈഡ് അങ്ങനെ ആധുനികമായിട്ട് വലിയ വലിയ റിവ്യൂവേഴ്സ് പറയണ പോലെ പറയാൻ എനിക്ക് അറിയൂല. ഓക്കെ, അപ്പോൾ അതാണ് സംഗതി. ഇതിൻ്റെ ഡ്രസ്സ് എന്താ നോക്കേണ്ടത്, ഒരു കന്തൂറാണ്, അതാണ് ഇങ്ങനത്തെ ഒരു യൂണിഫോം സെറ്റപ്പിൽ മാറി. എനിവേ, പാട്രിയോട്ട്, നമ്മളെ മമ്മൂക്ക, നമ്മളെ ലാലേട്ടൻ, അതേപോലെ നമ്മളെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച പാട്രിയോട്ട്. ഓക്കെ, ഞാൻ ഇന്നലെ രാത്രി ഫസ്റ്റ് ഡേ, ഇന്നലെ മെയ് 1, ഇന്ന് മെയ് 2, ഫസ്റ്റ് ഡേക്ക് ഞാൻ പോയി. രാത്രിയാണ് ഞാൻ ഷോക്ക് പോയത്. 10:30 ഷോക്കാണ് ഞാൻ പോയത്. ടു ബി ഹോണസ്റ്റ്, ഇത് തിയേറ്ററിലെല്ലാം ഫുള്ളായിരുന്നു. ഞാൻ ഒറ്റക്കായതുകൊണ്ട് കറക്റ്റ് സീറ്റ് കിട്ടി. എനിവേ, മൂവി ഞാൻ എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഇവർ കുറച്ച് അധികമായിട്ട് മാർക്കറ്റ് ചെയ്തിരിക്കണം. ആരും മമ്മൂട്ടി മോഹൻലാലും ടീമും ക്രൂ മൊത്തം മാർക്കറ്റ് ചെയ്തിരിക്കണേ. ലൈക്ക് എല്ലാവർക്കും ഒരു കംബാക്ക്, എല്ലാവരും ഒന്നിക്കണ പോലെ സെറ്റപ്പൊക്കെയാണ് ഞാൻ നല്ല അടിപൊളിയായിട്ട് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അഭിപ്രായം പോലെ തന്നെ ആയിരിക്കും എല്ലാവരും അഭിപ്രായം തോന്നുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷൻ ബീറ്റ് ചെയ്യാത്ത പോലെ തോന്നി. ഓക്കെ, പടം മോശമാണെന്ന് ഒരിക്കലും പറയില്ല. പടം അടിപൊളിയാണ്. പടം അടിപൊളിയാണ്. പിന്നെ ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന സാധനം ഉണ്ടാവില്ലേ, അത് കിട്ടിയില്ല. അതായത് മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള സാധനം, അത് പിന്നെ പണ്ടത്തെ ആ മമ്മൂട്ടി മോഹൻലാൽ സാധനം ഇപ്പോൾ പെട്ടെന്ന് വർക്കൗട്ട് പറ്റിക്കോളാം എന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു നമ്മളിങ്ങനെ ഒരു ജിൽ സാധനം കിട്ടിയില്ല. പിന്നെ ഈ പടം ഉടനീളെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭയങ്കര സ്റ്റാൻഡേർഡായി പോയി. ഓക്കെ, ഭയങ്കര സ്റ്റാൻഡേർഡ് സംഗതി ശരിയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെ സെറ്റപ്പിൽ ഇങ്ങനെ വളരണമൊക്കെ ശരിയാണ്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഒറ്റക്കാണ് പടത്തിന് പോയത്, എൻ്റെ കൂടെ ഒരാൾ പടത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തോണ്ടും, ഇപ്പം എന്തോലും അങ്ങനെ ചെയ്ത് ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ. അതായത് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവണില്ല ഫസ്റ്റിലൊന്നും. ഇന്നെ സംബന്ധിച്ചിട്ടോ എനിക്കൊന്നും തിരിയണില്ല. ഇതെന്താ യൂണിവേഴ്സ്, ഇതെന്താ സംഗതി. അതായത് കുറച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഒരു ഒരു സംഗതി മാതിരി ഒന്നങ്ങോട്ട് ഒരു വ്യക്തത കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ, അധിക സിനിമകളും ഫസ്റ്റിലൊക്കെ ഇങ്ങനെ ആയിക്കാരം, പിന്നെ കുറച്ച് ഇങ്ങനെ ഓളത്തിന് വരികയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കണ്ട് കിട്ടി, ഒരു ഹിൻഡ് കിട്ടി. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഒന്ന് ആളുകൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് അടിയിലേക്ക് ഇറക്കാമായിരുന്നു. ഇതിങ്ങനെയാണ് ഗ്രാഫ് എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കടന്ന് ഒന്നിങ്ങനെ നമുക്കൊരു ഇത് കറക്റ്റ് ആർക്ക് കത്തുന്നറിയോ, ഈ ഒരു IT, പിന്നെ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓക്കെ യെസ് അതാ. അല്ലാതെ സാധാരണക്കാർക്ക് പെട്ടെന്ന് സാധനം അങ്ങോട്ട് ഇതെന്താ അങ്ങനെ പെട്ടെന്നാണ്ട് കത്തൂല. എന്നാൽ കത്തും, അങ്ങനെ കത്തൂല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതെന്തത് മനസ്സിലാവണില്ലല്ലോ അങ്ങനെ. പിന്നെ ഈ പറഞ്ഞത് ലാലേട്ടനും മമ്മൂക്കി വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഡേക്കാണ് പോയത് പറഞ്ഞു. ഫസ്റ്റ് ഷോ അല്ല, ലാസ്റ്റ് ഷോ ആണ് ഞാൻ പോയത്. പക്ഷേ ഇപ്പം ഞാൻ ഇരുന്ന തിയേറ്ററിൻ്റെ പ്രശ്നമാണല്ല, മമ്മൂട്ടി ലാലേട്ടൻ വരുമ്പോൾ ആ ഒരു ഓളം, ലാലേട്ടൻ വരുമ്പോൾ നല്ല ഓളം ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒച്ചപ്പാടിന്. പക്ഷെ ആ ഒരു ജിൽ സാധനം ഞാൻ പ്രതീക്ഷിച്ച് പോയി. അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ സാധനമൊക്കെ ഞാൻ പോയത്, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താമായിരുന്നു. കാരണം ഒന്നുമില്ലെങ്കിലും ദ ബിഗ് എംസ് ആണ്. അതായത് മമ്മൂക്ക മോഹൻലാൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റപ്പിൽ കൊടുക്കാമായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ചത് മമ്മൂട്ടിനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ എന്തോ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഗസ്റ്റ് റോളല്ലേ, മെയിനായിട്ട് കൊണ്ടുപോകുന്ന കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലല്ലേ എന്നൊക്കെ പറഞ്ഞത് ഒരു തേങ്ങയല്ല. പകുതി മുക്കാലുള്ളതും മമ്മൂക്കിയും, പിന്നെ ഈ പറഞ്ഞ മുതൽ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ കംപ്ലീറ്റ് മമ്മൂക്ക തന്നെയാണ് കംപ്ലീറ്റ്. പിന്നെ ലാലേട്ടൻ, ഈ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനൊക്കെ ഒരു സൈഡായ പോലെ തോന്നി. സൈഡല്ല, ഒരു ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഞാനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു
ഒരു 7 കൊടുക്കും. ഓക്കെ, 8 കൊടുക്കാൻ മാത്രം നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്നാൽ അടിപൊളി പടമാണ്, കിട്ടില്ല. പക്ഷെ ഇത്രയ്ക്ക് സ്റ്റാൻഡേർഡ് പാടില്ലേ. ഓക്കെ, അപ്പോൾ ഈ പറയും എന്താടോ എന്ന് മലയാള സിനിമ ഉണങ്ങി തൊല്ലിയിരുന്നാൽ മതി. പക്ഷെ അങ്ങനല്ല. നമുക്ക് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞൊരു നമുക്കൊന്നും മനസ്സിലാക്കാൻ വയ്ക്കണില്ല. ഇതെന്താ യൂണിവേഴ്സ്, ഇനിയിപ്പോൾ എൻ്റെ ബുദ്ധി കുറവുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ബാക്കി കംപ്ലീറ്റ് ഒരു 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 ഡിഫറെൻറ്റ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു സ്ഥിരം ക്ലീശേ പോലത്തെ സ്റ്റോറി അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് പിന്നെ എനിക്ക് അതിലൊരു വലിയ ആക്ടിങ് എനിക്ക് വലിയ സംഭവമായി തോന്നാന്ന് വെച്ചാൽ അതിലൊരു മമ്മൂട്ടിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ലൈക്ക് നയൻതാര ഈ മൂവിയിലുണ്ട്. അതേപോലെ തന്നെ മമ്മൂട്ടിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന വേറൊരു സ്ത്രീ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ആ പുള്ളിയുടെ ലൈക്ക് ഫസ്റ്റ് പുള്ളിക്കാരത്തിയുടെ അഭിനയം എനിക്ക് വലിയൊരു ലൈക്കായില്ല. അതായത് ഇനിയിപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ അതിനെ കാണുന്നതുകൊണ്ടാണ് എനിക്കറിയില്ല, ആ ഒരു കാസ്റ്റിങ്ങിൽ വേറെ ആളെ കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി. എനിക്ക് ഒരു വലിയൊരു സംഭവമായി തോന്നിയില്ല. അത് ഒരു സിമ്പിളായിട്ട് ഒരാളെ അഭിനയിക്കുക എടി ഇവിടെ നിന്ന് അഭിനയിച്ചതെന്ന് പറഞ്ഞ മാതിരി സിമ്പിളായിട്ട് അങ്ങനെ അഭിനയിച്ച മാതിരി തോന്നി. ഒരു രസകരമല്ല. എനിക്ക് ആ പുള്ളിക്കാരത്തിൻ്റെ ആ കാസ്റ്റിംഗ് അവിടെ ഇഷ്ടമായില്ല. ബാക്കി എല്ലാ കാസ്റ്റിംഗ് ഒക്കെ ഓക്കെ ഫീൽ ചെയ്തു. ഓക്കെ അല്ല, അടിപൊളിയായിരുന്നു. സോറി. അപ്പോൾ ഇതാണ് ഞാൻ കണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇതിനൊരിക്കലും റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അഭിപ്രായങ്ങൾ. ഇനി ഈ കമൻറ്റ് സെക്ഷനിൽ പോയിക്കാണ്ട് ഇതൊന്ന് പോടോ, എനിക്ക് ഈ പണിയൊന്നും പറ്റൂല അങ്ങനെയാണ്. ഞാൻ 100-150 റുപ്യ മുടക്കിയിട്ട് ഒരു പടം കണ്ടിട്ട് എനിക്കതിൻ്റെ അഭിപ്രായം പറയണ്ടേ. ഇതിൻ്റെ അഭിപ്രായമാണ്. ഇതിൽ ചിലപ്പോൾ പൊട്ടത്തെറ്റിയേക്കാരം, ചിലപ്പോൾ ഫുള്ള് ശരിയേക്കാരം, അതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായമാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, പാട്രിയോട്ട് മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എബവ് ആവറേജ് എന്ന് പറയാൻ എബവ് ആവറേജിൻ്റെ ഒരു പൊടിക്ക് മേലേക്ക് എന്നാൽ എബവ് ആവറേജ് ഒക്കെ ഉണ്ട്, എന്നാൽ അത്രയ്ക്ക് ഇല്ലേന്ന്. രസമുണ്ട്. ഒരു സെക്കൻഡ് ടൈം വാച്ച് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ ഫൈറ്റ് സീൻ എടുത്ത് പറയുകയാണ്. ഫൈറ്റ് സീൻ ആണെങ്കിൽ പിന്നെയും ഒരു ഇഷ്ടപ്പെട്ട സംഗതി. അതായത് മമ്മൂക്കാൻ്റെ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്, അത് രസമുണ്ട്. പക്ഷേ മമ്മൂക്കാൻ്റെ ഫൈറ്റ് സീന് ഒരു ക്യാമറ എടുത്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഫൈറ്റ് നമുക്ക് കാണാൻ വയ്ക്കണില്ല. ഒന്നാമത് അതൊരു ഒരു 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 ഫൈറ്റ് സീനാണ്. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ ജർക്ക് ചെയ്ത് നമുക്കൊന്നും മനസ്സിലാവണം ഇത് എന്തത്, എവിടെ അടി നടക്കണേ. മൊത്തത്തിലൊരു കിറിങ്ങിയ മാതിരി നമുക്ക് തോന്നി. ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് സീനാണ്, എന്നൊരു ഷെയ്ക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ പറയുക, അടി ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അടി ആസ്വദിക്കാൻ പറ്റിയൊരു അടി ഉണ്ടായിന്, അത് ലാലേട്ടൻ്റെ ഒരു അടി ഉണ്ടായിരുന്നു. ഒരു കിഡ്ഡലൻ അടിയുണ്ട്. ഒരു ലിഫ്റ്റ് എന്നുള്ളൊരു അടിയുണ്ട്. അത് സൂപ്പർ അടി. അതായത് അതൊരു സീൻ അടിയാണ്, അത് രസമുണ്ട്. മമ്മൂക്കാൻ്റെ അടി അവിടുത്തെ നമുക്കൊന്ന് മനസ്സിലാവുന്നത് എന്താ അങ്ങനെ സാധനം മതി. അങ്ങനെ മൊത്തത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത സംഗതി. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ എന്തായാലും പടം തിയേറ്ററിൽ പോയി കാണുന്നേ വേണം. അതിപ്പോൾ ഏത് മോശമാണെന്നുണ്ടെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം വേണം. അല്ലാതെ എൻ്റെ അഭിപ്രായം കേട്ടിട്ടോ വേറെയുള്ള റിവ്യൂ കേട്ടിട്ടോ നിങ്ങൾ പോവാതിരിക്കുകയോ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് പോവുക, ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണുക, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും വേണം. സോ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പാട്രിയോട്ട് എന്നുള്ള മൂവിയിൽ. നിങ്ങളെന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. നിങ്ങളെ റേറ്റിംഗ് കൊടുക്കുക. 10-ൽ എത്ര നിങ്ങൾ കൊടുക്കുന്നു കൊടുക്കുക. ഞാനൊരു 7.5 കൊടുക്കാനുള്ള മുതൽ എനിക്ക് തോന്നിയില്ല. 7 ഓക്കെ. അപ്പോൾ എനിവേ ഇതാണ് പാട്രിയോട്ട് എന്നുള്ള മൂവി. നമുക്ക് ഈ മാസത്തിൽ ഒരുപാട് മൂവി ഇറങ്ങുന്നുണ്ട്. ദൃശ്യം 3 ഇറങ്ങുന്നുണ്ട്. പിന്നെ പോലെ മറ്റേ പടത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു. ടോവിനോൻ്റെയും ബേസിലിൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട്. പിന്നെ ഷൈനികത്തിൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട്. പിന്നെതാ മറ്റേ കാട്ടാളൻ ഇറങ്ങുന്നുണ്ട്. കാട്ടാളൻ ഈ മാസം തന്നെയല്ലേ, ഈ മാസം തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, ഇതാണ് മൊത്തത്തിൽ ഇതെനിക്ക് ഫീൽ ചെയ്തത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചെയ്യണം തോന്നിയാൽ ഞങ്ങൾക്ക് ചെയ്യാം, ചെയ്യേണ്ടെന്ന് തോന്നിയാൽ പിന്നെ ഞങ്ങൾ ചെയ്യണ്ട. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. സോ അടുത്തൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.